കാക്കകളെ കളികൂട്ടുകാരാക്കി സൗഹൃദവും ഭക്ഷണവും നൽകി ജബ്ബാട്ടി ശ്രദ്ധകേന്ദ്രമാകുന്നു. ചേന്ദമംഗലൂരിലെ പ്രവാസിയായ ഉമ്മം പുറത്ത് ജബ്ബാട്ടിയാണ് 60ഓളം വരുന്ന കാക്കക്കൂട്ടങ്ങളോട് സൗഹൃദം പങ്കിട്ടും ഭക്ഷണം വിതരണം നടത്തി വേറിട്ടൊരു കൗതുക കാഴ്ചയാകുന്നത്. 5 വർഷത്തോളമായി ജബ്ബാട്ടി സാമൂഹിക പക്ഷിയായ കാക്കകളുമായി സ്നേഹസൗഹൃദം ശക്തിപ്പെടുത്തി വിനോദമായി കണ്ടെത്തിയത്. പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വീട്ടുമുറ്റത്തും സമീപത്തെ വീടുകളിലെ ടെറസുകൾക്ക് മുകളിലായി കാക്കകൾ കലപില ശബ്ദങ്ങളുമായി ജബ്ബാട്ടിയെ കാത്തിരിക്കുന്ന കാഴ്ച ആരെയും ഹൃദ്യമാക്കും. വീട്ടിലെ പ്ലാസ്റ്റിക് ഭരണിയിൽ കരുതിവെച്ച ഭക്ഷണ വസ്തുക്കൾ എടുത്ത് കൈകൊട്ടി മുറ്റത്തേക്കിറങ്ങുമ്പോൾ കാക്കകൾ കൂട്ടത്തോടെ സന്തോഷത്തിന്റെ ചിറകടി ഉയർത്തി കൂട്ടമായി വരവായി. ഈ മനോഹര കാഴ്ച ആനന്ദം നൽകും. തുടർന്ന് കരുതിവെച്ച ഭക്ഷണ വസ്തുക്കൾ മുറ്റത്തേക്ക് വാരി എറിഞ്ഞു കൊടുത്താൽ എല്ലാ കാക്കകളും കൂട്ടമായിറങ്ങി ജബ്ബാട്ടിയുടെ സമീപത്തെത്തി ആർത്തിയോടെ ഭക്ഷിക്കും. ഇതൊരു മത്സരമാണ്. ഇതിനിടയിൽ ചില കാക്കകൾ ഭക്ഷണങ്ങൾ കൊത്തിയെടുത്ത് മരക്കൊമ്പുകളിലെ ഇലകൾക്കിടയിൽ ഒളിപ്പിച്ച് വീണ്ടും പറന്നിറങ്ങി. മറ്റൊരു കാഴ്ചയും മുറ്റം സാക്ഷിയാണ്. ജബ്ബാട്ടിയുടെ സമീപത്ത് അപരിചിതരായി ആരെങ്കിലും വന്നാൽ കാക്കകൾ ഉടനെ തന്നെ പറന്നകലും. മാറി നിന്നാൽ വീണ്ടും ജബ്ബാട്ടിയുടെ സാന്നിധ്യത്തിൽ നൽകിയ ഭക്ഷണങ്ങൾ ഭക്ഷിക്കുകയായി. അത്രയും നല്ല പരിചയമുഖമാണ് കാക്കകൾക്കുള്ളത്. ഭക്ഷണ ഭരണിയുമായി ജബ്ബാട്ടി വീട്ടിന്റെ പുറത്തേക്കിറങ്ങുന്ന ഊരം നോക്കിയും കയ്യടി ശബ്ദവും കേൾക്കുന്നതോടെ അല്പനേരം കലപില ശബ്ദം നിർത്തിവെക്കും. ഈ മൗനത്തിന്റെ നിലവിളിയോടൊപ്പം കണ്ണുകൾ അല്പം ചരിഞ്ഞ് നോട്ടവും കാണാം. 250ഓളം ശബ്ദങ്ങളുമായിട്ടാണ് കാക്കകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതായി പറയപ്പെടുന്നത്. ജബ്ബാട്ടിയെ രാവിലെ വരവേറ്റുള്ള കാക്കകൂട്ടങ്ങളുടെ ശബ്ദങ്ങളും വേറിട്ടതാകുന്നുണ്ട്. എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ. ഞാൻ കാക്കകളെ രാവിലെ 6 മണിക്ക് സ്ഥിരമായിട്ട് എൻ്റെ വീട്ടുമുറ്റത്ത് 50-60ഓളം കാക്കകൾ സ്ഥിരം വരും. നമുക്ക് സ്ഥിരം മിക്സർ ഇങ്ങനെ വാങ്ങി കൊടുക്കും. അത് കഴിഞ്ഞ് 5 മിനിറ്റോടുകൂടി അവിടെ എല്ലാവരും സ്ഥലം ചെയ്യും. അങ്ങനെ കുറേ 5 വർഷങ്ങളായി ഇങ്ങനെ കാക്കകളെ സ്നേഹിക്കുന്നു. എത്ര കാക്കകളുണ്ട്? 60 കഴിഞ്ഞ് 65ഒക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ സ്ഥിരം വരും. തീറ്റ കൊടുക്കുമ്പോൾ പരിചയമില്ലാത്തവർ വന്നാൽ പരിചയമില്ലാത്തവർ വന്നാൽ അവർ ഇറങ്ങി മുറ്റത്ത് ഇറങ്ങില്ല. കാക്കകൾ കാത്തിരിക്കുന്ന രംഗം എങ്ങനെയാണ്? രാവിലെ സുബ്രേസ്കേരി വന്ന അവിടെ വരിയിൽ അവിടെ ഉണ്ടാവും. ഈ വീടിൻ്റെ അടുത്താണ് കയറിയിരിക്കുന്നത്. ഈ റമദാൻ നോമ്പോടെ ജബ്ബാട്ടിയുടെ കാക്കക്കൂട്ടങ്ങളോടുള്ള സൗഹൃദ ബന്ധത്തിന് 5 വർഷം പൂർത്തിയാക്കുകയായി. 35 വർഷകാലം പ്രവാസിയായിരുന്ന ജബ്ബാട്ടി മരിച്ചുപോയവരുടെ ഫോട്ടോകൾ ശേഖരിക്കൽ ഹോബിയായിരുന്നു. ഇക്കാരണത്താൽ ചേന്ദമംഗലൂരിലെ സമീപത്തെ പ്രദേശങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒട്ടേറെ പേരുടെ ഫോട്ടോകൾ ശേഖരിച്ച് ആൽബമാക്കി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം പത്രങ്ങളിൽ വരുന്ന കൗതുക വാർത്തകളും ദുരന്തങ്ങളടക്കം ചിത്രങ്ങളുടെ അപൂർവ ശേഖരങ്ങളും ജബ്ബാട്ടിയുടെ അടുക്കലുണ്ട്. തമിഴ് പത്രത്തിൽ വന്ന 4 കാലുകളിൽ പിറന്ന മനുഷ്യക്കുട്ടിയുടെ ചിത്രങ്ങളടക്കമുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ജബ്ബാട്ടിന്റെ ശേഖരണത്തിലുണ്ട്. നിരവധി രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, കറൻസികൾ ഇദ്ദേഹത്തിന്റെ ശേഖരണത്തിലുണ്ട്. മേളകളിൽ ഇവയുടെ പ്രദർശനം സംഘടിപ്പിച്ച് ജബ്ബാട്ടി ശ്രദ്ധ നേടിയിരുന്നു. പക്ഷികളോടുള്ള അനുകമ്പയാണ് കാക്കപക്ഷികളോട് ജബ്ബാട്ടിക്ക് ഉയർന്നു വന്ന പ്രണയം സമ്മാനിക്കുന്നത്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.